മണിക്കുട്ട മണിക്കുട്ട കൈ പൊക്കിക്കേ മണിക്കുട്ടി ചെല്ലേ മണിക്കുട്ടി ചെല്ലേ ഇടിച്ച് മാറ്റുന്നു ഇടിച്ചിടിച്ച് മാറ്റുന്നു നോക്കിക്കേ ആ ചെല്ലേ ക്രെയിം വെച്ച് പൊക്കുന്ന മണിക്കുട്ടാ മണിക്കുട്ടി പോകട്ടെ എന്റെ ചേച്ചിയാന്നാ പറയുന്നേ രസം അവരുടെ ചാട്ടം കാണാൻ തേങ്ങ എടുത്താൻ കയറുന്നുണ്ട് അത്യാവശ്യം ഒരു തേങ്ങ അടത്തിയിട് ബ്രൂണോ വേണ്ട ബ്രൂണോയുടെ ചെവിക്ക് എന്തോ ഒരു ഉവാവുണ്ട് ഇല്ലയോ ചെവി ഇട്ടേക്കുന്ന നോക്കിക്കേ പാവം എന്താ ബ്രൂണോ എന്തുവാ അയ്യോ 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 ഗുണങ്ങല്ലേ മണങ്ങല്ലേ കൂടുതൽ മണങ്ങല്ലേ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും പറയുന്നുണ്ട് മെറിനെ കാണുന്നില്ല. ഇടയ്ക്ക് എബിനെ കാണുന്നില്ല എന്നായിരുന്നു പരാതി. എബിനെ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പം മെറിനാണ് അല്ലേ. എന്തൊക്കെയോ എന്താണ് ഒക്കെ ഉണ്ടല്ലേ, എന്തൊക്കെയോ അടിച്ചു മാറ്റാനാണ് നമ്മുടെ മെറൻകുട്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇന്നും മീഷോ ഹാളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓണമൊക്കെ പ്രമാണിച്ച് നമ്മൾ ചെറിയൊരു അധികമൊന്നും പിന്നെ ഓണമൊക്കെ വരുമല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയത് എന്തെങ്കിലും വേണമല്ലോ അല്ലേ. നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചേക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അല്ലേ 2 വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മീഷോയെ കുറിച്ചിട്ട്. കുറേ പേര് അത് വാങ്ങിച്ചിരുന്നു അല്ലേ, മീഷോയിൽ നിന്ന് തുണികളൊക്കെ മേടിച്ചിരുന്നു. പിന്നെ കുറേ പേർക്ക് മേടിക്കാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വിശദമായ വിവരം മെറിൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും. അയ്യോ വഴക്കുണ്ടാക്കാതിരിക്കേ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. എന്താ ബ്രൂണോ ഇത്? എന്തോ ബ്രൂണോ ഇങ്ങനെ, നമ്മള് വീഡിയോ എടുക്കുവല്ലേ, ഞങ്ങളൊന്ന് എടുത്തോട്ടെ പ്ലീസ് പ്ലീസ്. ശാന്തനായല്ലോ. ആഹാ, ഞാൻ അടുത്ത് തന്നെ നിൽക്കൂല്ലേ, പിന്നെന്തുവാ ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എടുത്തോട്ടെ കേട്ടോ. സമ്മതമാണോ? ഇപ്പം ബ്രൂണോയും ഉണ്ട്. ഒരു രക്ഷയില്ല ബ്രൂണോയെ കൊണ്ട്. അവിടുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാറ്റി കെട്ടി ഇവിടെ വന്നപ്പോ അവര് സ്ക്രീനിന്റെ മുമ്പിൽ തന്നെ നിൽക്കണം. അതാ ഇരുന്ന് പറയായിരുന്നല്ലേ. അപ്പം ബ്രൂണോയുടെ പരാതി തിരിഞ്ഞു നിൽക്കുന്ന അന്നേരം നമ്മള് ബ്രൂണോന്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഒളിച്ചിരിക്കുക. നോക്കിക്കേ, നാണം വന്നെന്ന് തോന്നുന്നു. എന്താ ഗമേന്ന് നോക്കിക്കേ, ഈ എന്നെയും കൂട്ടിയല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇന്നലെ ക്യാമറ കിട്ടത് കൊഞ്ചല് തുടങ്ങി. എന്താ ഗമന്ന് നോക്കിയേ, വേണ്ടത്തോടണ്ട ഗമ കയറിയിട്ടുണ്ട്. ഗമ അവിടെ നിന്നാ മതി. അങ്ങനെ എന്താ ആഹാ, ഞാൻ അങ്ങനൊന്നും നിക്കത്തില്ല. ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് എന്താണ്? നമ്മൾ കപ്പ് സോസർ അല്ലേ, അതിനകത്ത് കെറ്റിലുണ്ട്. അതിൻ്റെ അകത്ത് 6 കപ്പ്, പിന്നെ ഒരു വലിയ കെറ്റില്, പിന്നെ ഒരു ചെറിയ കെറ്റിലുണ്ട്, പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയൊരു ടിന്നുമായിട്ട്. നല്ല രസമാണ് കാണാൻ. വിലയും അതുപോലെ തന്നെ. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1437 ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസം ഉണ്ടായത്, ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണത്. പുറകോട്ട് പോകാൻ പറഞ്ഞോണ്ട് കണ്ടില്ലേ, പോയി പിണങ്ങി കുത്തിയിരിക്കുക. ബ്രൂണോ നോക്കുന്നത് പിണങ്ങിയിരിക്കാതെ അങ്ങോട്ട് നോക്കി. പുറകോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞതിനായിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടല്ലേ ബ്രൂണോ, അങ്ങോട്ട് നോക്ക്. ആ അപ്പൊ മുമ്പിൽ വരും. മതി മതി മതി. എന്റെ മടിയിലൊന്നും ഒന്നുമില്ല, നിനക്കൊന്നും വാങ്ങിച്ചില്ല. അയ്യോ, അടുത്ത പ്രോഡക്റ്റ് നല്ലൊരു ബെഡ്ഷീറ്റാണ്. ഡബിൾ കോട്ടാണ്. പിന്നെന്താ, അതിനകത്ത് 2 പില്ലോയും ഉണ്ട്. ഇത് നമുക്കൊന്ന് കട്ടിലിൽ വിരിച്ചിടാം അല്ലേ. കുഴപ്പമില്ല അല്ലേ, നല്ല അത്തപ്പൂവൊക്കെ ഉണ്ട്. വലിയ ഡിസൈനൊക്കെയാണ്, കുഴപ്പമില്ല. തുണി
എന്തോ ഒരു പ്രത്യേക ടൈപ്പ് തുണിയാണ് കേട്ടോ. അങ്ങനെ ഡിസൈൻ കണ്ടങ്ങ് ഡിസൈൻ നല്ല എടുത്തതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ടിലയിലൊന്ന് വിരിച്ചിടാം. എന്താ അപ്പം എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ബ്ലൂ ആയി എന്ന് പറഞ്ഞൊരു വിഷമമായിരുന്നല്ലേ. പക്ഷേ ബ്ലൂ ഇട്ട് നോക്കിയാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ. ബ്ലൂ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. പക്ഷേ ബ്ലൂ ആണെന്ന് തോന്നുന്നു. ബ്രൂണോ തിരിഞ്ഞങ്ങ് കടന്നു കഴിഞ്ഞു. അപ്പം എന്തായാലും നല്ലൊരു ഗ്രീൻ കളറാണ്. അപ്പം നീലയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഇല്ലാത്തൊരു കളറല്ലേ ഗ്രീൻ ഇതില്ല. ഇല്ല. അപ്പം ഇതിനകത്ത് നമുക്ക് എന്താ ഏത് കാലിടാം? ബോട്ടം ഏതിടാം? ബോട്ടം ഇതുപോലത്തെ കാലിടുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും എന്തും ചേരുവില്ലേ. പക്ഷെ റെഡ് ചേർത്തില്ല അല്ലയോ. സാധാരണ എല്ലാം തന്നെ റെഡായിരുന്നു ചേരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം റെഡ് പറ്റത്തില്ല. അപ്പം ഇനി നമുക്കൊന്ന് ഇട്ടുകൊണ്ട് വരാം. എന്താ ഞാനിട്ടുകൊണ്ട് വരാം. അപ്പം അടുത്തത് ഒരു കുർത്തിയാണ്. അതും എനിക്ക് എടുത്തതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ പാവം മെറിനല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് മെറിന് കൊടുത്തിരിക്കുക കേട്ടോ. ഞാനങ്ങ് എടുത്തു. എനിക്കിത് വേണം. എടുത്തോ. എനിക്കിത് തന്നേ പറ്റും. അപ്പം നല്ലൊരു വൈറ്റ് കളറിലെ കുർത്തിയാണ്. ഫുൾ ക്ലോസ്ഡ് ആണ് ഇതെല്ലാം. ഇവിടെ ഓപ്പണാ. ഫ്രണ്ടിൽ മാത്രമാണ് സ്ലിറ്റ് ഉള്ളത്. പിന്നെ ടെസലും ഒക്കെയാണ്. റെഡ് കാലിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. റെഡ് വന്നല്ലേ. റെഡ് ഇല്ലാത്തൊരു കളിയില്ല. റെഡ് ബോട്ടം ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 461 ആണ്. നല്ലൊരു ടോപ്പാണ് അല്ലേ. നല്ല രസമാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കാണിക്കാം. അടുത്ത കുർത്തി എന്ന് പറയുന്നത് എനിക്ക് തന്നെയാണ്. അത് സന്തോഷം. കളർ മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഇനി ഒരേ കളറാന്ന് ആരും പറയത്തില്ലല്ലോ അല്ലേ. ഇതുവരെ യൂസ് ചെയ്യാത്ത മമ്മി കാണാത്തൊരു കളറാണ്. എന്താ ഇതൊക്കെ കൈയൊക്കെ കണ്ടില്ലേ പല കളറും ഒക്കെ ആയിട്ട്. മമ്മി അങ്ങ് ചെറുപ്പക്കാരി ആക്കാൻ പോവാ. പുതിയ പുതിയ സ്റ്റൈലൊക്കെ കേട്ടോ. നല്ല സ്ലീവ്സ് ഒക്കെയാണ്. പിന്നെ ഇത്രയും ബ്ലാക്ക്, പിന്നെ ഇവിടെ ക്രീം. 1-2 വട്ടമൊക്കെ ഇട്ടിട്ട് നീ എടുത്തു. എനിക്ക് വേണ്ട, എടുത്തോ. പഴയതാക്കിയിട്ട് നിനക്ക് 1-2 വട്ടം ഇട്ടിട്ട് പിന്നെ എടുത്തു. എനിക്ക് പുതിയത് മതി അല്ലേ. പിന്നെ എംബ്രോയിഡറി വർക്ക് ഒക്കെയാണ്. അപ്പൊ ഇതിന് ബ്ലാക്ക് ചേരും അല്ലേ. ഇപ്പൊ ബ്ലാക്കും ഈ ബ്ലൂ നമ്മുടെ ഇതിനകത്തെ എല്ലാ ഡ്രസ്സിനകത്തും ബ്ലാക്കും റെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയി അല്ലേ. എല്ലാ ടോപ്പും ഇടാം. ഇപ്പൊ എത്ര റേറ്റും പറഞ്ഞേ? അപ്പം ഈ ഒരു കുർത്തിന്റെ റേറ്റ് 445 ആണ്. ഓക്കെ. നല്ല രസമാണ്. ഇടുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പം ഇത് നമുക്കൊന്ന് ഇട്ടുകൊണ്ട് വരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇത് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ മേറും പറഞ്ഞുതരും. ഏറ്റവും ആദ്യം തന്നെ മീഷോ എന്താണെന്ന് പറയാം. മീഷോ എന്ന് പറയുന്നത് ഇന്ത്യസ് നമ്പർ 1 സെല്ലിംഗ് ആൻഡ് റീസെല്ലിംഗ് ആപ്പാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ്സ് നമുക്ക് റീസെല്ലും ചെയ്യാം. വീട്ടമ്മമാർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം, മീഷോ എടുക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ യൂസ്ഫുൾ ആണ്. അവർക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റിന് അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണിത്. നല്ലൊരു കാര്യമാണിത്. കുറേ പേര് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടപ്പം കുറേ റീസെല്ലേഴ്സ് നമ്മൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിരുന്നു, അവരിങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ലൊരു പ്ലാറ്റ്ഫോം ഒക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാൻ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ ആരെയും കമ്പൽ ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമല്ലേ? അതെ, നിങ്ങളുടെ ഇഷ്ടമാണ്. 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് ഒന്നും, നമ്മൾ പൈസ ഒന്നും കൊടുത്ത് റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഇനി മീഷോയിൽ നിന്ന് എങ്ങനെയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഡ്രസ്സും ജ്വല്ലറീസും എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ അതിൽ കാറ്റഗറി എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓരോന്നും കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാം. സാരീസ്, കുർത്തീസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുർത്തിയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പ്രൊഡക്റ്റ് ബൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ഒരു കോഡ് ഉണ്ടല്ലോ, അത് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം. ഞാൻ നോക്കി വെച്ചൊരു പ്രൊഡക്റ്റാണ്. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ സെയിം പ്രൊഡക്റ്റ് തന്നെ കിട്ടും. ഇനി അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈസ് എല്ലാം നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് കാണാം. സ്മോളിൻ്റെ സൈസ് എത്രയാണ്, മീഡിയത്തിൻ്റെ സൈസ് എത്രയാണ്, അതെല്ലാം നമുക്ക് കാണുന്നതാണ്. അപ്പം ആ ഒരു സൈസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊഡക്റ്റ് തന്നെ കിട്ടും.
മോഡലിന്റെ ഡ്രസ്സ് മാത്രം നോക്കാതെ താഴെ കസ്റ്റമർ റിവ്യൂവിൻ്റെ അകത്ത് കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഏകദേശം ഐഡിയ കിട്ടും ശരിക്കുള്ള പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി അത് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ആഡ് ടു കാർട്ട് സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അത് ചോദിക്കും. അപ്പോൾ മീഡിയം കൊടുത്തേക്കുവാണ്. പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് പേയ്മെൻറ്റ് മോഡാണ് വേണ്ടതെന്ന് ചോദിക്കും. ഞാൻ ഓൺലൈനാണ് കൊടുക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എല്ലാം നമുക്കിങ്ങനെ കാണിക്കും. പ്രൊസീഡ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അത് ഞെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ കസ്റ്റമർ പ്രൈസ് ചോദിക്കും. അപ്പം ഞാനിത് എനിക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. അപ്പം സെയിം റേറ്റ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾ വേറൊരാൾക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ പൈസ കൂട്ടി കൊടുക്കുവാണെങ്കിൽ അതും അവിടെ മെൻഷൻ ചെയ്യുക. ഇപ്പം 200 ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കൊടുക്കും. ഞാൻ GPay ചെയ്യുവാണ്. അപ്പം GPay ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യുവാണ്. അത് കൺഫേം ആയാൽ നമ്മുടെ ഓർഡർ പ്ലേസ് ആവും. അപ്പം നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ അകത്ത് ട്രാക്ക് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കിയാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാം. അപ്പോൾ മീഷോ എന്ന് പറയുന്നത് കുറേ സെല്ലേഴ്സ് സെല് ചെയ്യുന്ന ഒരു പ്ലേസ് ആണിത്. അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ആയിട്ടുള്ള റേറ്റ് ആണ് എല്ലാ പ്രൊഡക്ട്സിനും. നമുക്ക് ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മീഷോ ആപ്പിൽ നിന്ന് ഏറ്റവും ആദ്യം വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കത് പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈസ് ചെറുതായിട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാവുന്നൊരു ഓപ്ഷനും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ മീഷോ ആപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് അതിൽ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇപ്പം ഡ്രസ്സ് ഇതെല്ലാം നമ്മൾ കാണിച്ചു, പ്രൊഡക്റ്റൊക്കെ കാണിച്ചു. എല്ലാത്തിനും ഓരോ കോഡുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സെയിം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ വേണ്ടേ? ആ ഒരു പ്രൊഡക്റ്റിന്റെ കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കമന്റിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കോഡ് നോക്കി നിങ്ങൾ അവിടെ സെർച്ച് ചെയ്താൽ മതി അല്ലേ. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ. എന്നല്ലാതെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മെറിനും ബൈ ബൈ.